ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപം തിങ്കളാഴ്ച രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അന്ത്യാഞ്ജലി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രിമാരായ വീണ ജോർജ്, പി പ്രസാദ്, സജി ചെറിയാൻ എന്നിവർ മെഡിക്കൽ കോളേജിൽ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ആലപ്പുഴ കളർകോടുണ്ടായ അപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അന്ത്യാഞ്ജലി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. It is not possible to overcome mitigate their grief, but people generally and also we share their pain. മന്ത്രിമാരായ വീണ ജോർജ്, പി പ്രസാദ്, സജി ചെറിയാൻ എന്നിവർ മെഡിക്കൽ കോളേജിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. മന്ത്രിമാർ നേരത്തെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ക്രമീകരണങ്ങൾക്കും മേൽനോട്ടം വഹിച്ചു. എച്ച് സലാം MLA കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സംഭവ സ്ഥലത്തും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരുന്നു. സ്റ്റുഡൻറ്റിൻ്റെ നില വളരെ വളരെ മോശമാണ്. പക്ഷേ പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. മറ്റവർ രണ്ടുപേരും അതിൻ്റെ തീവ്രത അവർക്ക് കുറവാണ്. PP ചിത്തരഞ്ജൻ MLA, തോമസ് കെ തോമസ് MLA എന്നിവരും അന്ത്യോപചാരം അർപ്പിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മന്ത്രി K രാജന് വേണ്ടിയും ജില്ലാ ഭരണകൂടത്തിനു വേണ്ടിയും പുഷ്പചക്രം അർപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി MB മോഹനചന്ദ്രൻ, ADM ആശാ C എബ്രഹാം, അമ്പലപ്പുഴ തഹസീൽദാർ S അൻവർ എന്നിവർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമുള്ള ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രാത്രി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് രാവിലെ 9 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ വിട്ടു നൽകി. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ, എറണാകുളം സ്വദേശി PP മുഹമ്മദ് ഇബ്രാഹിം, മലപ്പുറം സ്വദേശി B ദേവനന്ദൻ, പാലക്കാട് സ്വദേശി ശ്രീദി വത്സൻ, കാവാലം സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.